ഗൈസ് നമ്മൾ ഗുഹയിലോട്ട് കയറി പോവുകയാണ്. നമ്മളീ വന്ന വഴിയാ കണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. പോളി സ്ഥലം കണ്ടോ, അതെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ആന കയറുന്ന ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ അല്ല, ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടൂർ വന്നതാ. എഴുന്നേറ്റപ്പം ടൈം എങ്ങനെയാണെങ്കിലും ഒരു 10:30 ആയി കാണുമെന്ന് തോന്നുന്നു. 10:15 സമയം 10:15. അപ്പം നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം 3 മണിയായി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മലയുടെ മുകളിൽ, അത് ഷിയായും കൂടെ എഴുന്നേറ്റിട്ട് പറയാം, അതാകുമ്പോൾ നല്ലതായിരിക്കും. ഷിയ കിടന്ന് ഉറങ്ങുന്ന നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ 3 മണിയായി എന്ന് തോന്നുന്നു. എനിക്ക് ഷിയ നല്ല ഉറക്കം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രഷും പേസ്റ്റും വാങ്ങിച്ചിട്ടില്ല, മറന്നുപോയി. ഷിയ നല്ല ഉറക്കമാണ്. ഇത് കണ്ട ഉറക്കമാണ്. ഇത് വീഡിയോ എടുക്കുക. എഴുന്നേക്ക്, രാവിലെ മുതലുള്ള ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. എഴുന്നേറ്റ് എണീക്ക്. ഇത് കണ്ട ടൂർ വന്നിട്ട് സംഭവം ട്രിപ്പ് വന്നതാ. കിടന്ന് എല്ലാം ഉറക്കം കണ്ട. ഇനി എപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്? എണീക്കാൻ ഇവിടെ വന്നിട്ട് സ്വസ്ഥത തരത്തില്ല. എഴുന്നേക്ക് എണീക്ക്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ എത്തിയപ്പം 3:30 എന്തായാലും ആയിട്ടുണ്ട്. ആ ടൈം ആയതുകൊണ്ടാണ് ഇപ്പം എഴുന്നേക്കാൻ താമസിച്ചത്. എഴുന്നേക്കണമെന്ന് ഷിയ ദേഷ്യപ്പെടുന്ന കാണിച്ചിരട്ടെ. എങ്ങനെയാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എണീക്ക്. 12 മണിയായിരുന്നു. പോണ്ട് നമുക്ക് വാ. നിന്നെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ പൊന്നളി ബ്രഷൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ബ്രഷ് പേസ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല, സോപ്പ് പോലും മേടിച്ചിട്ടില്ല. കോമഡിയാണ്. വാ എഴുന്നേക്ക്. കുറച്ച് വീഡിയോ പിന്നെ എടുക്കാം, മാറ്റി വെക്ക്. പിന്നെ എടുക്കാം, വീഡിയോ മാറ്റി വെക്കും. ഇല്ല, നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെയിറ്റിങ്ങിലായിരിക്കും, എന്താ ഇവരുടെ സെക്കൻഡ് ഡേ എന്നുള്ളത്. ബാ എഴുന്നേറ്റേ. എനിക്ക് എഴുന്നേറ്റ് വരുന്ന ദൃശ്യമാണ്. ഗുഡ് മോർണിംഗ്. ഇതാണ് സ്ഥിരം നടക്കുന്ന കാഴ്ച. എഴുന്നേക്കാൻ വിളിച്ച എഴുന്നേക്കത്തില്ല, ഇങ്ങനെ കിടക്കും. എണീറ്റ് പിന്നെ എടുക്കാം, നമുക്ക് കുറച്ച് കഴിയുമ്പോ എടുക്കാം വീഡിയോ. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് എടുക്കാം. അല്ല അപ്പൊ പോവണ്ടേ? ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ എടുക്കാം. ഒരുങ്ങണ്ട. എന്തിനൊരുങ്ങുന്ന? ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. പിന്നെ ഒന്ന് എഴുന്നേറ്റ് വന്നു. തണുപ്പടി വിടാം. നമ്മളവിടെ വേറൊരു കാര്യം പറയാം, ഇവിടെ ഭയങ്കര, ഞങ്ങൾ ഫാൻ പോലും ഇട്ടിട്ടില്ല. ഭയങ്കര തണുപ്പാ. നീ എഴുന്നേക്കാണ്ട് ഈ വീഡിയോ കട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നെ എടുക്കാം, നീ ഫോൺ മാറ്റി. എഴുന്നേറ്റ്
എണീക്കാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല എനിക്ക്. വാ എഴുന്നേറ്റ് ഇത് ചായ കുടിക്കാം. വാ. അങ്ങനെയൊന്നും പെട്ടെന്ന് എണീക്കാൻ പറ്റത്തില്ല. പതിയെ എണീക്കാൻ പറ്റത്തില്ല. അതെന്താ പെട്ടെന്ന് എണീക്കാൻ പറ്റത്തില്ല? അങ്ങനെ ഇന്നലെ മല കയറി ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മൾ ചാടി എണീക്കരുത്. പതിയെ റിലാക്സ് ചെയ്ത് എണീക്കണം. ഇന്നലെ നമ്മള് വലിയ മലയൊക്കെ കയറിയായിരുന്നു, അതിന്റെ ക്ഷീണമാണ്. എണീക്കടേ. ഞാൻ എണീച്ചിട്ട് വരാം, എന്നിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങള് പിന്നെ എണീറ്റ് പുറത്തേക്ക് പോകുമ്പോ അപ്പൊ നമ്മള് ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് രാവിലെ തന്നെ. നാരങ്ങ വെള്ളം കുടിക്കുന്നത് രാവിലെ തന്നെ നല്ല അടിപൊളി. ഇവിടെ ഇപ്പൊ രാവിലെ ആയപ്പോ ഭയങ്കര വെയിലടിക്കുന്നുണ്ട്, ചെറിയ ഭയങ്കര ക്ഷീണം. അപ്പം നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി, ആൻസ് ബേക്കറി, അവിടെ വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഷിയ കൂടെ ഉണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മൽ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പുള്ളിക്കാരനായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേൾക്കണം. നമ്മളിതേ നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അവിടെ നിൽക്കും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 12 മണിക്ക് പോവുകയാണ്. എവിടെ ഊണ് വിലയുണ്ടോ? എവിടെയാണ്? നല്ല ഊണാണോ? ഇതോടെ ഡീസലാണോ വണ്ടി? ഡീസലാണോ? മൈലേജ് പയ്യന്മാര് പോയി ബാംഗ്ലൂർ പോയോ? പിന്നെ അമ്മ വരത്തില്ല ഇങ്ങോട്ട്? വരത്തില്ല. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിലോട്ട്? ഇഷ്ടപ്പെടും, ഗ്യാരണ്ടി പറയാം. ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടോ? അപ്പോൾ അത് നമ്മൾ കഴിക്കാനായിട്ട് പോവാണ്. റെസ്റ്റോറൻറ്റ് ഇവിടെ ടൈം ആവുന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. സമയമാവുന്നതേ ഉള്ളൂ. നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലം. എന്താണ് താങ്കൾ ഓർഡർ ചെയ്തിരിക്കുന്നത്? ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ നല്ല ഊണും 65 പറഞ്ഞിട്ടുണ്ട്, ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്, ലിവർ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. ഊണ് വരട്ടെ, സാധനം കൊണ്ടുവരട്ടെ. അങ്ങനെ ഇത് പണിയുന്നില്ല, ഇതെടുത്ത് പണിക്കാരനാണോ? പുള്ളി ഒറ്റയ്ക്കാണോ? അല്ല പുള്ളി അല്ല, വേറെ 2 പേരും കൂടെ. ഇതിന് പോത്താണോ? കിട്ടും, ബീഫ് കിട്ടും.
ഇന്ത്യ പറഞ്ഞില്ല കാള കിട്ടും കാള. അപ്പോൾ അതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മളതങ്ങനെ ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം നമുക്ക് വിലയും ഭയങ്കര കുറവാണ് കേട്ടോ. വലിയ ഒരുപാട് പൈസയൊന്നും വാങ്ങിക്കത്തില്ല. അതിനുള്ള നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ മൂന്നാറിൽ പിന്നെ വരുന്നവരെല്ലാവരും, മൂന്നാർ പൂപ്പാറയിൽ വരുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട മറ്റു ട്രൈ ആണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലാസിക് കഫേ എന്നാണ് കേട്ടോ. ക്ലാസിക് കഫേ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ പ്രദേശത്ത് മലയണ്ണാനുണ്ട്, ഒരുപാട് മലയണ്ണാനുണ്ടാവും എന്നാണ് നമ്മുടെ അമലേട്ടൻ പറയുന്നത്. ഗൈസ്, ഇതാണ് രാജാപ്പാറ. രാജാപ്പാറയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കും. വെള്ളമൊക്കെ ഇട്ട് രാവിലെ കിടക്കുന്നത് മീനുണ്ടോ ഇതിനത്? ഏരിയല്ലേ പിന്നെ മുക്കിക്കൊല്ലോ രാത്രിയൊക്കെ രാവിലെ വരുമ്പോ ഒന്ന് ഓർത്ത് നോക്കണം. അന്ന് നിറച്ച് മഞ്ഞായിരിക്കും. ഇതിനോട് വണ്ടി ഓടിക്കാൻ തന്നെ കഷ്ടത്തെ കാണത്തുള്ളൂ. ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഇതിനോട് വണ്ടി ഓടിച്ചു. അപ്പോൾ ദേ രാജാപ്പാറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു മലയുടെ മേളിൽ കൂടെ ഉള്ള യാത്രയാണ്. ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ റേഞ്ച് കയറുവാണ്. നല്ല പേടിയുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവേഴ്സ് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് റിവേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷനാവും, ഭയങ്കര ടെൻഷനാവും. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ, നല്ല വെയിലുണ്ട്, ഭയങ്കര വെയിലാണ്. പക്ഷെ ഒട്ടും ചൂടറിയുന്നില്ല. ഇത് ആ കാണുന്നതാണ് രാജാപ്പാറ. എല്ലായിടത്തും ബോർഡ് കാണത്തില്ല, കൂടെ ഉണ്ട് ഞങ്ങളെന്ന് പറഞ്ഞു. അവിടുത്തെ അവരുടെ അവരായിരുന്നു ചെയ്തിരുന്നത്. മറ്റേ ആ നിങ്ങൾ പാക്കേജ് ഇട്ടേക്കുന്ന അത് അവരുടെയാണോ? അല്ല, അതിട്ട് എനിക്ക് ചെയ്ത് പറഞ്ഞു. അവർ 10-70 പേര് വന്നായിരുന്നു. നമുക്ക് അവരേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോഴുണ്ട്. നമുക്ക് 2 വണ്ടി ഉണ്ടല്ലോ. ബാക്കി ഒരു 5 വണ്ടി വേറെ വിളിച്ച് ഇങ്ങോട്ട് ഈ ജീപ്പൊക്കെ അല്ലേ ചേർത്തുള്ളൂ, വേറൊന്നും ചേർത്തില്ല. അല്ലാതെ കുറച്ച് സ്ഥലം വരെ നമ്മൾ വേറെ ബസ്സിന് കൊണ്ടുവന്നു. ആൾക്കാരെ നടത്തിച്ചൊന്നും കിട്ടിക്കോ. ഇവിടെ സമയം ഗൈസ്, നിങ്ങൾ ഈ വഴി നോക്കിക്കേ. നമ്മളിത് ഇതാണ് രാജാപ്പാറ. നമ്മൾ രാജാപ്പാറൻ്റെ അടുത്തെത്തിയിരിക്കും. എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല കാറ്റടിക്കുന്നു കേട്ടോ. നല്ല കോടയും. കോട നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഉച്ച സമയമായതുകൊണ്ടാണ് ഇത്രയും കോട. രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര കോട കൊണ്ട് നമുക്ക് ഫുള്ള് താഴത്തോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളന്നേരം 2 പാറ മലമുകളിലാണ് ഇപ്പോൾ പോയത്. 2 അല്ല 3 എണ്ണമൊക്കെ പോയിട്ടുണ്ട്. നോക്കിക്കേ, കൊക്കി ഇവിടെ താഴെ ഒന്നാണ്. ഇത് താറ. ഇത് ആ ചെടി കണ്ടോ? ഒന്ന് സുന്ദര, നല്ല സുന്ദരമാണ്. മറ്റേ കറ്റാർവാഴയുടെ ഒരു ഇതാണ് രാജാപ്പാറ എന്ന് പറയുന്ന സ്ഥലം.
സ്ഥലം ഈ കാണുന്നു? ഇത് തേവാരം കമ്പം. ഈ ലോകം മുഴുവൻ കാണാല്ലോ ഇവിടെ അല്ലേ? ഇത് തമിഴ്നാടാണോ കാറ്റാടിയൊക്കെ കാണുന്നത്? ഇത് ഈ കാണുന്ന താഴത്തേക്ക് കാണുന്ന ഫുള്ള് തമിഴ്നാടാണ്. നമുക്ക് തമിഴ്നാട് ഇത് ഫുള്ള് കാണാനുള്ളത്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഈ നേരിട്ട് കാണാനെന്ന് പറയുന്ന രക്ഷയില്ല. അതെ കോടയൊക്കെ ഇട്ടത് തമിഴ്നാട് നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നത് പോലെയല്ല, നമ്മളത് ഫുള്ളായിട്ടൊന്നൊരു ഫ്രെയിമിൽ കാണുന്നതെന്ന് ആലോചിക്കുന്നത്. നമ്മളത് നേരിട്ടിപ്പം കണ്ടോണ്ടിരിക്കണോ? ഇതൊക്കെയാണ് കാണേണ്ടത്. നമ്മൾ ഈ പാറയുടെ മേളിൽ പോകാൻ പറ്റുമോ? നടന്നാ പോകാൻ പറ്റുള്ളൂ. ആണല്ലേ? കേറുവോ ആരെങ്കിലും കഴിഞ്ഞാണോ? വഴി ഏതാ ഇതില്? വഴി അവിടെ വരെ കുറേ വണ്ടി പോകും, കഴിഞ്ഞിട്ട് നടന്നു കാണും. ഇത് ഇതിലേ കൂടെ ഇങ്ങനെ തന്നെ വണ്ടി പോവോ? ഒരു ഇത് മനസ്സിന് കട്ടിയില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ തലയിറങ്ങി താഴെ തോന്നുന്നു അല്ലേ? ഇത് നോക്കി, നമ്മൾ അതിന്റെ അടുത്ത് എല്ലാം നേരത്ത് എന്ത് വലിയ മരങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഈ പൊടികളൊക്കെ കാണുന്നത്. തെങ്ങ കൂടുതലൊന്നും കാണുന്നത് അവർ ഓർഡറിൽ കൃഷി ചെയ്തേക്കുന്നുണ്ട്. പക്ഷെ നല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് നമ്മൾ ഗ്രാഫിക്സ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ എന്തോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ കണ്ട കറക്റ്റ് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ്. അവർ അതേ കണക്ക് കൃഷി നീറ്റായിട്ട് ചെയ്തിട്ട് കണ്ട കറക്റ്റ് ലെയർ ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. അവർ കൃഷി ചെയ്യുന്നതോടൊക്കെ അങ്ങനെയായിരിക്കും, നല്ല ഇതിങ്ങനെ വരച്ചിട്ടിരിക്കുന്നതാണ്. സ്ക്വയർ ഷേപ്പിലാക്കി ചെയ്യുന്നതോടെ നല്ല നീറ്റ് ആയിരിക്കും. അതുപോലെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ കാണുന്നത്, താമസിക്കുന്നിടത്ത് അവര് നമ്മളെ പോലെയല്ല, അവരെ താമസിക്കുന്നത് ഗ്രാമം പോലെ എല്ലാവരും തോട്ടങ്ങൾ എന്ന് പറഞ്ഞ കൃഷി സ്ഥലങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയാണ്. കാറ്റാടി പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ആണ് അതില് കെട്ടിക്കിടക്കുന്നത്. ആ വെള്ളത്തിലാണ് ഈ കൃഷി മുഴുവൻ അങ്ങോട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ അവിടെ എന്നാ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലം, അവിടെ നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും കൃഷി ഓടുന്നത്. കണ്ട ഇതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് പൊളിയാണ്. എനിക്ക് കണ്ടിട്ട് എന്തോ ഇങ്ങോട്ടൊക്കെ എടുത്ത് ചാടാൻ തോന്നുന്നു. നല്ല രസം കാണാനേ. ചടിക്ക് താഴത്തേക്ക് പോകുന്നല്ലോ, ഇവിടെ തന്നെ കിടക്കുള്ളൂ. അതെന്നാന്നറിയാം, അത് മനസ്സിലാകുമെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ വലിയ ഇതാ കൊക്കയായിട്ട് തോന്നില്ലേ, അങ്ങോട്ട് നോക്കി അതൊരു സ്ലോപ്പല്ലേ, അവിടെ നമ്മൾ ചാടി കഴിഞ്ഞാൽ താഴെ പോകും. അവിടെ തന്നെ വലിയൊരു അപകടവും സംഭവിക്കില്ല. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കട്ടിങ് ഉണ്ട്, കട്ടിങ് ഇല്ലെന്നല്ലേ പറഞ്ഞു. കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ചാകാൻ പരുവത്തിനുള്ള കിട്ടും. ഇവിടുന്നൊക്കെ താഴ്ത്തു പോയിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടൊന്നുമില്ല. ഇതിലേക്ക് ആന വരുന്നോ? ആന വരുന്നോ? ആ മലയെ കൂടെ ഒരു ആന കയറി വരും. ആനേനൊക്കെ സമ്മതിക്കണല്ലേ? അവിടെ ഒരു കറുത്ത, അതും പാറയല്ലേ കറുത്തോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളിവിടെ നിൽക്കുന്നതെന്ന്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് വേറൊരു പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇനി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേറൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ട്രക്കിങ്ങിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ഇറങ്ങിയതിന് ശേഷം ഒരു കുറച്ച് പകുതി മുക്കാലും മലയിൽ കൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നടന്നാണ് പിന്നെ പോകേണ്ടത്. ആ നടക്കുന്ന വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം.
മക്കളെ മറ്റേ നമ്മള് കൊടൈക്കനാലില് കുണാക്കേവിലോട്ടൊന്നും ഓടണ്ട, എല്ലാരും മൂന്നാറിലോട്ട് പോവാ. ഇടിവെട്ട് ഐറ്റം കാണാം. അവിടെ പോയി കൊറേ വള്ളീന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതെ ഇതൊക്കെ വന്ന് കാണ്. വേറെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, മുട്ടൻ കയറ്റമാണ്. കണ്ടോ എന്റെ മുന്നില് ആനപ്പിണ്ണം കിടക്കുന്നുണ്ടോ? ഭയങ്കര പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി, വേറെ ലെവൽ. ഇവിടെയാണ് നമ്മുടെ ആനക്കൂട്ടം ഉള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, നേരിട്ട് വന്ന് അമലേക്കൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തരാം. അമലേക്കൻ ഇവിടെ സേഫായിട്ട് നിങ്ങളെ സേഫായിട്ട് കൊണ്ടുവരും. അപ്പോൾ ദേ നമ്മൾ കുറേ മലയൊക്കെ കയറി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ട്രാവൽ എന്ന് പറയുമ്പോൾ നടന്നു പോകാനേ പറ്റത്തുള്ളൂ. വണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നടന്നു പോകാൻ പോവുക. നടക്കുന്ന വഴി ഇച്ചിരി കലിപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ദേ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ദേ നടത്തം തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചൂടൊന്നും ഇപ്പം ഇവിടെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. എന്തായാലും മേലിലൊന്ന് കയറി നോക്കാം. നമ്മൾ നടന്ന് ഒരു കാടിനുള്ളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിനുള്ളിൽ കൂടെ മലയുടെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ? ഗൈസ് ഇതിലേക്കൂടെയൊക്കെയാണ് യാത്ര ചെയ്യണത്. കണ്ടോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി. നല്ല പഴക്കം നിന്നേക്കുന്ന മരങ്ങളാണ്. കാറ്റുള്ള സാധനങ്ങളായതുകൊണ്ട് പതുക്കെ ഇത് വളരത്തുള്ളൂ. കട്ടിയുള്ള മരങ്ങളാണ്. ഇത് നമ്മൾ വന്ന വഴിയാണ്. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാട്ടാ. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ്. സീനറി മാറ്റി പിടിക്കാം. വെയിലിലോട്ട് വരാം. ബാ ചെറിയ റൂമാണ്. തിരിച്ചു പോടാ. തിരിച്ചു പോകുമ്പോ എവിടെയാ നീ വാ. നിന്ന് പോകാം.
പിന്നെ 3 ബെഡ് നമുക്ക് കിടപ്പുണ്ട്. അതിനകത്ത് എക്സ്ട്രാ ബെഡ് കൂടെ ഇട്ട് ചെയ്ത് തരാം. അത് വരുമ്പോൾ 1600 വരും. 1600. നമ്മളീ വന്ന വഴിയാ കണ്ട, ഒന്നും മനസ്സിലാവുന്നില്ല. എത്തിയടി. ഡാർക്ക്. നിങ്ങൾ കണ്ടുപിടിച്ചോ? അമ്മലേട്ടൻ സ്വന്തം കണ്ടുപിടുത്ത. അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. പോളി സ്ഥലം കണ്ടോ? അതെ, ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. ആന കയറുന്നതിന് അവർ പോകുന്നുണ്ട. എനിക്ക് പേടിയായിട്ട് ഞാൻ പോവാതിരിക്കുമോ? എനിക്ക് പേടി വരുന്നത് കണ്ടോ ഇങ്ങനെ. അയ്യോ, അത് അവർ പോകുന്നുണ്ടോ? ഷിയ, എനിക്ക് പേടി വരുന്നു കണ്ടിട്ട്. ഞാനില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് പേടി വരുന്നത്, എനിക്ക് പേടി വരുന്നു. പിന്നെ ആന വരുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കും അങ്ങോട്ട് പോകാൻ. ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ പൊളി വൈബാ. എനിക്കാണ് ഛർദ്ദിക്കാൻ വരുന്നു. അയ്യോ, കണ്ട കയറുന്നു. അവർ എന്ത് ദൂരത്താണ് നിൽക്കുന്നതെന്നറിയാമോ? എന്താ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് കൊക്കയാണ് കണ്ട. പേടി വരും സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോകുമെന്നുള്ള ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ, നല്ല ടെൻഷനുണ്ട്. എൻ്റെ പൊന്നെ, അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി കണ്ടാവും നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. അവരെ കാണുന്നില്ല. അവരങ്ങോട്ട് ഇറങ്ങി 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 അങ്ങ് പോയി. കണ്ടോ, അങ്ങ് അറ്റത്തൊരു 2 തല കാണാം. എൻ്റെ പൊന്നു കേസ്, ഞാൻ ഛർദ്ദിച്ചു കണ്ട, ഛർദ്ദിച്ചു പോയി. എന്താണെന്ന് അറിയത്തില്ല, കയറ്റം കയറിയതാണോ എന്തോ, ഒരു രക്ഷയില്ല. അറ്റത്തിരിക്കുക. അയ്യോ, എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അത് കണ്ട. ഓ, അവിടെ കാണിച്ചു കൊടുക്കുമോ? എൻ്റെ പൊന്നളയോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പിന്നെ പേടിയില്ലാത്തവരൊക്കെ ഇങ്ങനെ വരണം കേട്ടോ. കാര്യം ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ദേ ഈ പാറയുടെ ഒരു രഹസ്യം എന്ന് പറയുമ്പം, ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൊക്കയുടെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് തമിഴ്നാടും ഇപ്പുറത്തെ സൈഡ് കേരളവുമാണ്. അപ്പം ഈ സൈഡിൽ നിൽക്കുവാണെങ്കിൽ, തമിഴ്നാടിൻ്റെ സൈഡിൽ നിന്നാൽ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് കേട്ടോ, നല്ല കൂളിങ്. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുമായിരുന്നു അമലേട്ടൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് അവർ വരുന്നുണ്ട്. ഇറങ്ങി പോവാട്ടോ. ഇവിടെ ആന കിടക്കുന്ന പോലെ കണ്ടില്ലേ, ആ ഒരു പാറ കണ്ട, ആനയുടെ ഒരു ഡിസൈൻ. ഞാൻ ഫുള്ള് എടുക്കുന്നില്ല കാര്യം. ഷിയ, ഞാൻ ഇറങ്ങട്ടെ. കണ്ട, എൻ്റെ കൈ പിടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഭയങ്കര പാടാട്ടോ. ഒറ്റയ്ക്കൊക്കെ ഇവിടെ പിടുത്തമൊന്നും ഇല്ല സംഭവം, അതുകൊണ്ട് ഭയങ്കര പാടുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ വളച്ചൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. കൈ വിടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ഓൻ വീണാലും എന്നെ വീഴ്ത്തത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെറ്റൊക്കെ കുട്ടേട്ടൻ. അത് തന്നെ നമ്മുടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഭയങ്കര സംഭവമാണ്. അല്ല സത്യം, മഞ്ഞുമൽ ബോയ്സ് ഒന്നുമല്ല. ഇത് കണ്ട പോകുന്ന പോക്ക്, കൊക്കയാണ് കൊക്ക. അതൊറ്റ ബോയ്സ് പോകുന്നത്. എടാ ചെയ്യാ, സത്യമായിട്ട് എനിക്ക് ഭയങ്കര സ്ലിപ്പറി പോലെയൊക്കെ തോന്നുന്നത് ആണ്. ഞാൻ വീണാ നീയും വീഴത്തില്ലേ?
ഈ കാല് കഴിഞ്ഞ് നിൽക്കാൻ ഒന്ന് ഉറച്ചു എൻ്റെ എളിയ ഇനി ഞാൻ ഇത് കേട്ടോ പോകുന്നുണ്ട്. എടാ ഞാനേ ഫോൺ ക്യാമറ ഓഫ് ചെയ്തല്ലേ. ഗൈസ് നമ്മൾ ഗുഹയിലോട്ട് കയറി പോവുകയാണ്. ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിരുന്നെങ്കിൽ സുഖമായിരുന്നല്ലേ. നമ്മളുടെ ഗുഹയിൽ കൂടെ യാത്ര ചെയ്യാണ്. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ്. സൽമാന് തീരാ നഷ്ടമാണിത്. കാരണം ഞാൻ സൽമാൻ്റെ അടുക്കെ ചോദിച്ച എടാ എങ്ങനെയാണെന്ന്. അപ്പോൾ അവനിക്ക് അഹങ്കാരം. സൽമാനെ നീ എവിടെ പോയി തപ്പിക്കണ്ടുപിടിച്ചാലും എന്ത് ഈ സ്ഥലത്തൊന്നും നീ പോകത്തില്ല. നോക്കിക്കേ കണ്ട, തീർച്ചയായിട്ടും. ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ഫുള്ളാണ് പോകാം. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെയും കുറെ വരണ്ടേ? കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ വെള്ളത്തിലോട്ട് കയറണം. തണുക്കും. ജസ്റ്റ് ഒന്ന് നമ്മൾ മലയണ്ണാനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതേ മലയേട്ടൻ വണ്ടിയൊക്കെ നിർത്തി അവിടെ വയ്യാണ്ട് തലകുത്തി താഴെ തിരിക്കുന്നു. ഇതേ കണ്ട നമ്മൾ മലയണ്ണനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇത് ഈ കാണുന്ന കൂട് മലയണ്ണാൻ്റെ കൂടാണ്. പക്ഷെ നമ്മൾ ഈ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിനെയും കാണുന്നില്ല. അമലേട്ടൻ രാവിലെയൊക്കെ വരാൻ നിർത്തി ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നെന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തി കാണിച്ചു തരാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ഇവിടെ ഇല്ല സംഭവം. കുറച്ച് കഴിയുമ്പം വെയിൽ താന്നിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്നാണ്. എന്തായാലും ഒരു ക്ലിപ്പ് കിട്ടിയാലോ ഇതിനകത്ത് ഇരിക്കുന്നത് എന്ന് ഓർത്ത് ഞാൻ ഇറങ്ങി വീഡിയോ എടുത്തത്. പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല, സാധനത്തിനെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും കാണിച്ചു തരും ഞാൻ എന്തായാലും കേട്ടോ. ഓക്കെ. അപ്പോൾ ഗെയ്സ് നമ്മൾ എന്തായാലും വെള്ളച്ചാട്ടത്തിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ കുറേ ടയേർഡായി വോമിറ്റ് ചെയ്തു. കാര്യം മലയൊക്കെ കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം നേരെ റൂമിലേക്ക് പോയൊന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. നേരത്തെ ഊണ് കഴിച്ച് കടയാണ് ക്ലാസ്സിക്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ലാസ്സിക്. എന്ത് വൈഫാണോ ഇല്ല, സ്ലോ മോഷനിലൊക്കെ കൊടുക്കണമല്ലേ ആ മരത്തിൻ്റെ ഇടയിലൊക്കെ വരുന്നത്.
തേയിലയും മഞ്ഞും മാത്രമല്ല ഇവിടെ ഒരേ സമയത്ത് നമുക്ക് നല്ല കാട്ടിക്കൂടെയുള്ള ഒരു വന്യത അത് കിട്ടും. തമിഴ്നാട്ടിൻ്റെ വ്യൂ കിട്ടും, ഡാമിൻ്റെ വ്യൂ കിട്ടും, കേരളത്തിൻ്റെ ചൂട് കിട്ടും. അതുപോലെ വെള്ളച്ചാട്ടം ഇല്ല, നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്.